ഹായ്, ഞാൻ സരിദാസി നായർ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിനെയാണ് ഡിസ്കസ് ചെയ്തത്, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. അത് ക്ലസ്റ്റർ ബിയിൽ ഉൾപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. ഇന്നും ക്ലസ്റ്റർ ബിയിൽ തന്നെയുള്ള മറ്റൊരു പേഴ്സണാലിറ്റി ഡിസോർഡറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇത് സാധാരണ ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് ചെറുപ്പകാലം മുതലുള്ള കണ്ടക്ട് ഡിസോർഡർ, ചെറുപ്പത്തിൽ സ്വഭാവ വൈകല്യങ്ങളുള്ള കുട്ടികൾ, കണ്ടക്ട് ഡിസോർഡർ കുറച്ച് മുതിരുമ്പോൾ 18 വയസ്സിന് ശേഷം ഇത് ആൻറ്റി സോഷ്യൽ ബിഹേവിയർ ആയിട്ട് കാണുന്നതാണ് സാധാരണ കണ്ടുവരാറ്. അപ്പോൾ ചെറിയ പ്രായങ്ങളിൽ കുട്ടികൾ കാണിക്കുന്ന പല ബിഹേവിയർ ഇഷ്യൂസും കറക്റ്റ് ടൈമിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടക്ട് ഡിസോർഡേഴ്സ് പിന്നീട് അവർ വലുതാവുമ്പോൾ ആൻറ്റി സോഷ്യൽ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറായി മാറാം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ കാണുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് സിംറ്റംസ് ഞാൻ പറയാം. ആദ്യമായിട്ട് അവർ വളരെയധികം ഹോസ്റ്റൈൽ നേച്ചറുള്ള ആൾക്കാരായിരിക്കും, വളരെ അഗ്രസീവ് ആയിരിക്കും, സാധനങ്ങൾ നശിപ്പിക്കാൻ, പബ്ലിക് പ്രോപ്പർട്ടീസ് നശിപ്പിക്കാൻ, അതുപോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ, അനാവശ്യ പ്രശ്നങ്ങളിൽ പോയി ഇടപെട്ട് അവിടെ ആ പ്രശ്നം കൂടുതൽ കുട്ടിച്ചോറാക്കാനൊക്കെ അവർ ഭയങ്കര മിടുക്കരായിരിക്കും. അങ്ങനെയുള്ള ഒരു സ്വഭാവമായിരിക്കും അവർക്കുള്ള സ്വഭാവ വൈകൃതങ്ങൾ നമ്മൾ പറയാറില്ലേ, അതുപോലെ ഭയങ്കരമായ ഹോസ്റ്റൈൽ ബിഹേവിയർ ഉള്ള ആൾക്കാരായിരിക്കും. വളരെയധികം ഇമ്പൾസിവിറ്റി അവർക്കുണ്ടാവും, ഇമ്പൾസിവിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. അതേപോലെ തന്നെ റൂൾസ് ഒന്നും അനുസരിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരായിരിക്കും. എപ്പോഴും റൂൾസ് ബ്രേക്ക് ചെയ്യാൻ ഒരു ടെൻഡൻസി ആയിരിക്കും. നോ പാർക്കിംഗ് ഉണ്ടെങ്കിൽ അവിടെ മാത്രം അവർ പാർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ സ്കൂളിലും കോളേജിലും ഒക്കെ ഉള്ള എന്തെങ്കിലും റൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതൊന്നും അനുസരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ഇതേപോലെ തന്നെയുള്ള ആളുകളിൽ കാണുന്ന വേറൊരു പ്രത്യേകതയാണ് അവർ ലാക്ക് ഓഫ് എമ്പതി. അവർക്ക് ഒട്ടും തന്നെ എമ്പതി ഉണ്ടാവില്ല, മറ്റുള്ള ആൾക്കാരെ ഒട്ടും കൺസിഡർ ചെയ്യാത്ത ഒരു സ്വഭാവം അവർക്കുണ്ടാകും. വളരെയധികം സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കും, എല്ലാം അവരവരുടെ കാര്യങ്ങൾ മാത്രം, സ്വന്തം ഇഷ്ടങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന, മറ്റുള്ള ആൾക്കാരിലേക്ക് ഒരു എമ്പതറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും. അവരെല്ലായ്പ്പോഴും മറ്റുള്ളവരുടെ അഡ്മിറേഷൻ അവർക്ക് വേണം. ഒരു അറ്റൻഷൻ സീക്കിംഗ് നേച്ചറുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അഡ്മിറേഷൻ അവർക്ക് വേണം. പക്ഷേ വേറെയുള്ള ആൾക്കാരെ ഒന്നും ഒട്ടും മതിക്കാനോ അവർക്കൊന്നും അവരുടെ സ്പേസ് കൊടുക്കാനോ തയ്യാറാവാത്ത നേച്ചറും ഇവരിൽ കണ്ടുവരാറുണ്ട്. ഇതേപോലെ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയങ്കരമായ മാനിപ്പുലേറ്റിംഗ് നേച്ചർ ഉണ്ടാവും. മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം അവർക്ക് എപ്പോഴും കണ്ടുവരാറുണ്ട്, ഇങ്ങനെയുള്ള ആൾക്കാരിൽ കണ്ടുവരാറുണ്ട്. അതേസമയം തന്നെ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു റെസ്പോൺസിബിലിറ്റി ഒന്നും അവർ ഏറ്റെടുക്കത്തില്ല. പക്ഷേ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ തമ്മിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ വളരെ മിടുക്കരായിരിക്കും. ഇതേ പാറ്റേണിലാണ് സാധാരണ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ ആൾക്കാർ പെരുമാറാറ്. കൂടുതലും പ്രശ്നങ്ങളിൽ ചെന്നിടപെട്ട്, കേസുകളിൽ ചെന്നിടപെട്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അവരുടെ ലൈഫിൽ ഉണ്ടാക്കി വെക്കുന്ന ഒരു സ്വഭാവം ഇങ്ങനെയുള്ള ആൾക്കാരിൽ കണ്ടുവരാറുണ്ട്. ഇതെല്ലാമാണ് ക്ലസ്റ്റർ ബിയിൽ ഉൾപ്പെടുന്ന ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ പൊതുവേ കാണുന്ന സിംറ്റംസ്. അപ്പോൾ ഇതേ സിംറ്റംസ് ഉള്ള ആളുകളെ നിങ്ങൾക്കറിയാമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. സോ ഇനി ഇതുപോലുള്ള മറ്റുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ പറ്റിയും മറ്റുള്ള ഡിസോർഡേഴ്സിനെ പറ്റിയുമുള്ള വീഡിയോ വീണ്ടും വരാം. ബൈ ബൈ.